കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. നേമത്തെ രാഷ്ട്രീയം സജീവ ചർച്ചയാണ്. രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ നേമത്തിന്റെ വികസന ആവശ്യങ്ങൾ മുങ്ങിപ്പോയോ? എന്തൊക്കെയാണ് നേമമണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ? മണ്ഡലത്തിലെ വികസനം എന്ന് പറയുമ്പോൾ നല്ല കാര്യം ആരായാലും ചെയ്യണം, അത്ര തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേമത്ത്. ഒരുപാട് കാര്യങ്ങൾ. ഈ റോഡ് കണ്ട ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് പ്രാവിച്ചമ്പലം വരെ ഉദ്ഘാടനം ചെയ്തു. പ്രാവിച്ചമ്പലത്തിൽ നിന്ന് വഴിമുക്ക് വരെ സ്ഥലവും എടുത്തിട്ട് ഫണ്ടും അനുവദിച്ചിട്ട് പോയതാണ്. അതിനുശേഷം ഇവർ വന്നതിന് ശേഷം 5 വർഷം കൊണ്ട് ചെയ്തത് പ്രാവിച്ചമ്പലത്തിൽ നിന്ന് മുക്ക് നട വരെ റോഡ് ചെയ്തു. അതിനുശേഷം ഇതുവരെയായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ വിഴിഞ്ഞം പദ്ധതി വന്ന സമയത്ത് അതിനോടുകൂടി ലിങ്ക് റോഡുകളും റെയിൽവേ പാലങ്ങളും ചെയ്യേണ്ടത് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ബാലനരത്താണെങ്കിൽ മേൽപ്പാലമൊന്നും അണ്ടർഗ്രൗണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് കളിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഒരു വികസനം മെയിനായിട്ട് വേണം നമ്മുടെ റെയിൽവേയുടെ തന്നെയാണ്. റെയിൽവേയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, അത് മുടങ്ങി കിടക്കുകയാണ്. പിന്നെ നമ്മുടെ സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും എല്ലാം പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ കേസുകളുള്ളൂ. നമ്മുടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ റോഡുകളെല്ലാം ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ റെയിൽവേയുടെ അല്ലേ, അതിപ്പോൾ സ്റ്റേറ്റുമായിട്ട് വരുന്നതല്ല. പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ എല്ലാം ഒന്നും നമുക്ക് പ്രോബ്ലംസ് ഇല്ല തന്നെ. ഇവിടെ നമ്മുടെ റെയിൽവേ അതാണ് കുറേ നാൾ കൊണ്ട് എഴിഞ്ഞ് നീങ്ങണം. ഇപ്പം പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ള പണം അത്രയും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെയുള്ള ഉദ്യോഗസ്ഥരാണ് ചെയ്യണത്. വികസനം നടക്കുന്നില്ല. ഇയാൾ വന്ന് എല്ലാം റെഡിയാക്കി തരുമെന്ന് പറയണം. രാജീവ് വന്ന് കഴിഞ്ഞാൽ ശരിയാക്കി തരുമെന്ന് പറയണം. ശിവൻകുട്ടി പറയണ അത് ശരിയാക്കുന്നത്. ഇത് ആര് ശരിയാക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. എല്ലാം ശരി തന്നെ. റോഡ് വികസനമൊക്കെ ഏകദേശം ഓക്കെയാണ്. എല്ലാവർക്കും പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വികസനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും ഇല്ല. ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് വികസനം നടത്തും, അവിടെ നിലയ്ക്കും. പിന്നെ അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഫണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ചെയ്യും. അങ്ങനെ പൂർണ്ണമല്ല. നേമം മണ്ഡലത്തിൽ റെയിൽവേ ഇല്ല. റെയിൽവേയുടെ ഒരു കോച്ച് ഫാക്ടറി ഇവിടെ നേമത്ത് വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ല. മഴ പെയ്താൽ കറണ്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡുകളിൽ തന്നെ പല ഭാഗങ്ങളും കുണ്ടും കുഴിയായിട്ടാണ്. ഇന്ന് ഇപ്പം ശിവൻകുട്ടിയുടെ സ്വീകരണം ഇതിനകത്തോട്ടുണ്ട്. പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പൈപ്പ് ലൈൻ, വെള്ളമില്ല. കുടിവെള്ളമാണ് ഏറ്റവും പ്രശ്നം. അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ചിലർ. അതല്ല, റോഡുകളടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മറ്റു ചിലർ. റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില വാഗ്ദാനങ്ങളാണ് ഏറെപ്പേരും ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിക്കോട്ടെ, ആരു ജയിച്ചാലും ഇക്കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നാണ് സാധാരണ വോട്ടർമാർക്ക് അറിയേണ്ടത്. സായ് സൂര്യക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.